ഹലോ ഗൈസ്, പണ്ട് ഞാൻ മ്യൂസിക് പഠിക്കാൻ പോയിരുന്ന സമയത്ത് ഏകദേശം ആ സമയത്ത് തന്നെയാണ് ഞാൻ PSC പഠിക്കുന്നുണ്ട്. PSC പഠിക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി ട്രാക്കിൽ വന്നൊരു സമയമാണ്. ആ സമയത്ത് ഞാൻ മ്യൂസിക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ടീച്ചറോട് ഇങ്ങനെ എൻ്റെ വിഷമം പറയും, ടീച്ചർ എനിക്ക് ജോലി കിട്ടുമോ, പഠിക്കുന്നെല്ലാം മറന്നു പോവുക, ഇത് കിട്ടിയില്ല സീനാണ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വിഷമങ്ങൾ ഇങ്ങനെ കൊണോണാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ടീച്ചർ എനിക്ക് കുറേ ഉപദേശം തരും. എന്നെ പഠിപ്പിക്കുന്ന 1 മണിക്കൂർ കഴിഞ്ഞ് ടീച്ചർക്ക് അരമണിക്കൂർ എന്നെ ഉപദേശമുണ്ട്. ഞാനിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പറയും, ഇപ്പോൾ ടീച്ചർ അതിന് സൊല്യൂഷൻ പറയും. അങ്ങനെയാണ്. നമ്മുടെ ആൽക്കമിസ്റ്റ് ബുക്ക് വായിച്ചിട്ടില്ലേ, അതിനകത്ത് എന്താ പറയുന്നത്, നമ്മളൊരു കാര്യം സിൻസിയറായിട്ട് ആഗ്രഹിച്ചാൽ പ്രകൃതിയും അതുപോലെ ലോകം മൊത്തം നമ്മുടെ ഒപ്പം നിൽക്കുന്നല്ലേ. അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഞാൻ ടീച്ചർ വായിന്നാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. എന്നിട്ട് ടീച്ചർ എന്നോട് പറഞ്ഞത്, നീ രാവിലെ എണീച്ചിട്ട് ഒരു പേപ്പറും പേനെടുത്തിട്ട് എഴുതുക. അതായത് നിനക്ക് ഈ എക്സാമിന് ഇത്ര മാർക്ക് കിട്ടും, നീ ഈ ജോലിക്ക് കയറും. അങ്ങനെ ഒരു 50 തവണ എഴുതുക. രാവിലെ തന്നെ ചെയ്യേണ്ട ആദ്യത്തെ ഡ്യൂട്ടി ഇതാണ് കേട്ടോ. അങ്ങനെ എഴുതുക, എന്നിട്ട് ആ പേപ്പർ കളയുക. ഇതിങ്ങനെ നിൻ്റെ എക്സാമിൻ്റെ തലേ ദിവസം വരെ റിപ്പീറ്റ് ചെയ്യുക. ഇതാണ് എന്നോട് ടീച്ചർ അന്ന് ഉപദേശം. പക്ഷേ എനിക്ക് അന്ന് അതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു കേട്ടോ. പക്ഷേ ടീച്ചർക്കത് അങ്ങനെ ചെയ്തിട്ട് നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ അതൊന്നും ചെയ്തില്ല. പിന്നീട് ഞാൻ അതിൻ്റെ കുറേ വീഡിയോസ് കണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്ത ഒരുപാട് പേർക്ക് അതിൻ്റേതായ പോസിറ്റീവ് സൈഡിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെയും അത് ചെയ്തിട്ടില്ല. അതിൻ്റെ പോസിറ്റീവ് സൈഡ് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ടീച്ചർ എന്നോട് എന്തെങ്കിലും ഉപദേശം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങളൊരു ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ, പറയാൻ പറ്റൂലേ.